എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ നമുക്ക് ഒന്നിച്ച് പഠിച്ച് നമ്മുടെ തലയിൽ അങ്ങ് ഉറപ്പിക്കാൻ പോവാണ്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു ചോദ്യം ഒന്ന് മനസ്സിൽ വെച്ചോണേ. നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അതുവരെ ഒന്ന് ആലോചിച്ചു വെച്ചോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം നമ്മൾ ദേശീയ തലത്തിലുള്ള വാർത്തകൾ നോക്കും, പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാന കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകും. അവസാനം പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ നോക്കാൻ ഒരു റാപ്പിഡ് ഫയർ റൗണ്ടും വേഗം തീർക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദേശീയ തലത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമല്ലേ, അതിൻ്റെ ഉത്തരം കിട്ടിയോ? ഇതാ, 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള 1ാം സമ്മാനം മഹാരാഷ്ട്രയ്ക്കാണ്. അവരുടെ വിഷയം ഗണേശോത്സവമായിരുന്നു. 2ാം സ്ഥാനം ജമ്മു കശ്മീരിനും, പിന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനായി 3ാം സ്ഥാനം നമ്മുടെ സ്വന്തം കേരളത്തിനുമാണ്. കേരളത്തിന്റെ വിഷയം പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. വാട്ടർ മെട്രോയും ഡിജിറ്റൽ സാക്ഷരതയും. ഈ ആദ്യത്തെ 3 സ്ഥാനക്കാരെ ഓർക്കാൻ നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. മഹാജാൻ കേരളം. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അതോടൊപ്പം തന്നെ മികച്ച മാർച്ചിംഗ് കണ്ടിൻജന്റായി ഇന്ത്യൻ നാവികസേനയെ തെരഞ്ഞെടുത്ത കാര്യം ഓർത്തുവയ്ക്കുക. ഡിഫൻസ് എക്സാം എഴുതുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ചേ, ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ജനുവരി 30 ഇന്ത്യ 78ാം രക്തസാക്ഷി ദിനം, അതായത് ഷഹീദ് ദിവസായി ആചരിക്കുകയാണ്. 1948 ഇതേ ദിവസമാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ തീയതിയും എത്രാമത്തെ വാർഷികം എന്നതിനെ സൂചിപ്പിക്കുന്ന ഈ 78 എന്ന സംഖ്യയും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ഇനി വേഗത്തിൽ 2 ചെറിയ വാർത്തകൾ കൂടി നോക്കാം. ഇന്ത്യ എനർജി വീക്ക് 2026 ഗോവയിൽ തുടക്കമായി. ഇത് എക്കണോമി, എൻവയോൺമെന്റ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തമാണ്. അടുത്തത് കുറച്ചുകൂടി സീരിയസ് ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അതായത് UGCയുടെ പുതിയ ഇക്വിറ്റി റെഗുലേഷൻസ് സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇത് ഇന്ത്യൻ പോളിറ്റി വിഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ നിർണായകമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് കേൾക്കണം. കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച 2 പ്രധാനപ്പെട്ട പുതിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. 35നും 60നും ഇടയിൽ പ്രായമുള്ള, മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത സ്ത്രീകൾക്ക് മാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. രണ്ടാമത്തേത് കാരുണ്യ ബെനവലന്റ് പദ്ധതി. പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലൊന്നും ഉൾപ്പെടാത്തവർക്ക് 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ ഈ 1000 രൂപയും 3 ലക്ഷം രൂപയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. വളരെ ശ്രദ്ധിക്കണം. ഇതൊരു ഗംഭീര നേട്ടമാണ്, അല്ലേ? നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ല ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വില്ലേജ് ഓഫീസുകളും 100% ഡിജിറ്റൈസ് ചെയ്ത ജില്ലയായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ ഭരണം കൂടുതൽ സുതാര്യമാകും, ജനങ്ങൾക്ക് സേവനങ്ങൾ വളരെ വേഗത്തിൽ കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇത് ഇന്ത്യയിൽ ആദ്യത്തേതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഷുവർ ഷോട്ട് പരീക്ഷാ ചോദ്യമായി മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ 2 പോയിന്റ്സാണ് ഓർത്തിരിക്കേണ്ടത്. എത്രാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ്? 38ാമത്. വേദി എവിടെയാണ്? തിരുവനന്തപുരം. ഈ 2 പോയിന്റുകളും ഒറ്റവരി ചോദ്യങ്ങളായി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ശരി, ഇനി നമ്മുടെ കാഴ്ചപ്പാട് ഒന്ന് വലുതാക്കാം. നമുക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടക്കാം, അല്ലേ? ലോകമെമ്പാടുമുള്ള ചില പ്രധാന വാർത്തകൾ നോക്കാം. എല്ലാ പ്രധാന മത്സര പരീക്ഷകൾക്കും ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് അത്യാവശ്യമാണെന്ന് ഓർക്കുമല്ലോ. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഒരു വലിയ ഊർജം കൊടുക്കുന്ന ഒരു ഡീലാണിത്. അദാനി ഗ്രൂപ്പും ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറും ചേർന്ന് വിമാനങ്ങൾ ഇനി നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ പ്രതിരോധ വ്യോമയാന നിർമ്മാണ മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ്, അല്ലേ? ഫ്രാൻസിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ലോകം മുഴുവൻ വലിയ ടെക് കമ്പനികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമാണിത്. എസ്എ ചോദ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ പോയിന്റാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, അതായത് OCA, ഏഷ്യയിലെ സ്പോർട്സിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ബോഡിയാണ്. അതിന്റെ പുതിയ പ്രസിഡന്റായി, അതായത് 22ാമത്തെ പ്രസിഡന്റായി ഖത്തറിൽ നിന്നുള്ള ഷെയ്ഖ് ജവാൻ ബിൻ ഫമദ് അൽ താനിയെ തെരഞ്ഞെടുത്തു. ഓർത്തുക, പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര നിയമനങ്ങൾ എപ്പോഴും കറണ്ട് അഫയേഴ്സിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ റെഡിയല്ലേ? അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. റാപ്പിഡ് ഫയർ റിവിഷൻ. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെയൊന്ന് പൊടി തട്ടിയെടുത്ത് ഓർമ്മയിൽ ഉറപ്പിക്കാം. ലെറ്റ്സ് ഗോ. ഉത്തരം പെട്ടെന്ന് മനസ്സിലായോ?
അതെ, 78ാമത്. അടുത്ത ചോദ്യം. നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം ഓർമ്മയുണ്ടോ? അതേ, 3ാം സ്ഥാനം. അടുത്തതിലേക്ക് പോകാം. ആ തുക ഓർക്കുന്നുണ്ടോ? കൃത്യം 1000 രൂപ. അടുത്തത്. എത്രാമത്തതാണെന്നും ഓർക്കണം, വേദിയും ഓർക്കണം. വളരെ ശരിയാണ്, തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഇന്ന് റിപ്പബ്ലിക് ദിന അവാർഡുകൾ മുതൽ ഫ്രാൻസിലെ പുതിയ നിയമം വരെ ചർച്ച ചെയ്തു. ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. വെറും വസ്തുതകൾ പഠിക്കുന്നതിനപ്പുറം ഇതുപോലെ കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും. അടുത്തൊരു വിശകലനത്തിൽ വീണ്ടും കാണാം.